ഹായ് ആൾ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകളിൽ ഒന്നാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. നമുക്കെല്ലാവർക്കും അറിയാം, നിലവിൽ അതിന് റാങ്ക് ലിസ്റ്റ് ഉണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്നുവരെയുണ്ട്, എത്രത്തോളം നിയമനങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്, ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്നത്തേക്കായിരിക്കും വരുന്നത് എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇത് രണ്ട് നോട്ടിഫിക്കേഷനുകളായിട്ടാണ് വിളിക്കുന്നത്. രണ്ട് എക്സാം ഉണ്ടാകും എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഗ്രേഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ്, കേരള PSC, വിജിലൻസ്, കേരള ലോകായുക്ത, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും മറ്റൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം വേരിയസ് യൂണിവേഴ്സിറ്റിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റീസിലേക്കാണ്, നമ്മുടെ സംസ്ഥാനത്തെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റിയിലേക്കും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വിജ്ഞാപനം ഇറക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വിജ്ഞാപനമാണ്, രണ്ട് എക്സാമാണ്, രണ്ട് റാങ്ക് ലിസ്റ്റാണ് നിലവിലുള്ളത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനുകൾ എന്ന് നമുക്ക് നോക്കാം. SSLCയോ തത്തുല്യമോ തത്തുല്യമോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാനാവും. ഇത് കൂടാതെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഈക്വലന്റ്, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ഹയർ പാസ്സായിട്ടുള്ള ഒരാൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുകൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും ഒരു യോഗ്യതയെ പറയുന്നുണ്ട്. എന്താണ് അടുത്ത യോഗ്യത? ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം, KGTE നൽകുന്ന മലയാളം ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ലോവർ എക്സാം നിങ്ങൾ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്നിരുന്നാലും 2022 ജനുവരിക്ക് മുമ്പാണ് നിങ്ങൾ ഈ പറയുന്ന ഹയറും ലോവറും പാസ്സായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിലവിലത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് എല്ലാവരും അതിന് ശേഷം പാസ്സായവരാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ഹയറും മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ലോവറും ഉള്ളവർക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്താണ് KGTEയുടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, VHSCയിലെ ഓഫീസ് സെക്രട്ടറിഷിപ്പ് പാസ്സായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, അതുമല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഷോർട്ട് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, ഈ യോഗ്യതകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പാസ്സായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. ഈ യോഗ്യതകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ ഹയറും ലോവറും പാസ്സാവേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്നുവരെയുണ്ട്, എത്രത്തോളം നിയമനങ്ങൾ അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് നോട്ടിഫിക്കേഷനുകളായിട്ടാണ് ഇത് വരുന്നത്. ഒരെണ്ണം സെക്രട്ടേറിയറ്റ്, PSC, ലോകായുക്ത, വിജിലൻസ്, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്. അതിൻ്റെ കാറ്റഗറി നമ്പർ 694/2022 ആയിരുന്നു. അതനുസരിച്ചായിരുന്നു അന്ന് നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാം നടന്ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/9/2024. 27/9/2024 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് അതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 8/4/2026 8/4/2026 അതിൻ്റെ അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. അതിന് പ്രകാരം ടോട്ടൽ അഡ്വൈസ് 205ഓളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എങ്ങനെയാണ് നിയമന നില എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കാറ്റഗറി നമ്പർ 491/2022 ആണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 6/8/2024 6/8/2024 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ്, അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 25/4/2026 അപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് അനുസരിച്ച് 25/4/2026 അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. അതിന് പ്രകാരം 102 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 അങ്ങനെയെങ്കിൽ 2027 വരെ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ഇനി ഏകദേശം ഒരു വർഷത്തോളം ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്.
അപ്പോൾ ഒരു 50ഓളം നിയമനങ്ങൾ ഈ രണ്ട് വകുപ്പുകളിലേക്ക് നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2027 റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണെങ്കിൽ 2026, അതായത് ഈ വർഷം തന്നെ അവസാനത്തോടെ പുതിയ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയെങ്കിൽ 2027 തന്നെ അതിൻ്റെ എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. LD ടൈപ്പിസ്റ്റിന് തയ്യാറെടുക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ഇതിന് രണ്ടിനും കേവലം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ യോഗ്യതയുടെ കാര്യത്തിൽ. എന്താണ്? കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് ഇംഗ്ലീഷ് ഹയർ പാസ്സായിരിക്കണം. ഇതിന് LD ടൈപ്പിസ്റ്റിന് ലോവർ മാത്രം മതി. അപ്പോൾ ഒരു ചെറിയ വ്യത്യാസങ്ങളെ ഈ LD ടൈപ്പിസ്റ്റും കമ്പ്യൂട്ടർ അസിസ്റ്റന്റും തമ്മിൽ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് എക്സാമുകൾക്കും തയ്യാറെടുക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നിങ്ങളെങ്കിൽ AZB അക്കാഡമി LD ടൈപ്പിസ്റ്റിന് പുതിയ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഈ കോഴ്സിൽ പങ്കാളിയായി വരാൻ പോകുന്ന LD ടൈപ്പിസ്റ്റിൽ മുൻ റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.